മഴ തോരും മുമ്പേല് ബാലചന്ദ്രന്റെ വരവിൽ വൈജയന്തി കൊന്ന് വിറയ്ക്കുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. വൈജയന്തി ആണെങ്കിൽ ബാലചന്ദ്രൻ്റെ മേല് പഴയ മാതിരി തന്നെ കുതിര കയറി ബാലചന്ദ്രനെ തൻ്റെ പരിധിയിൽ നിർത്താമെന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും സംഭവിക്കുന്നില്ല എന്ന് കാണാൻ സാധിക്കും. ബാലചന്ദ്രനാണെങ്കിൽ വൈജയുടെ തലയിൽ കയറിയിരിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് കാണാം. വൈജ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിനക്ക് ഞാൻ ഉത്തരം തരേണ്ട ആവശ്യമില്ല എന്ന് പറയുകയും എൻ്റെ പണം ഞാൻ എന്തിന് ചിലവാക്കിയാലും നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഒടുവിൽ വൈജ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ.